ആനയും തയ്യൽക്കാരനും. ഇന്നെൻ്റെ കൊച്ചുമക്കൾക്ക് അമ്മച്ചി നല്ലൊരു കഥ പറഞ്ഞു തരാം. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ ഒരു ആനയെ വളർത്തിയിരുന്നു. കുസൃതിക്കാരനായ ആനയെ എല്ലാവരും വളരെയധികം സ്നേഹിച്ചു. ദിവസവും വൈകുന്നേരം പാപ്പാൻ അവനെ കുളിപ്പിക്കുന്നതിനായി അടുത്തുള്ള കുളത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഈ സമയത്ത് ഗ്രാമവാസികൾ അവന് കഴിക്കാനായി പഴങ്ങളും ശർക്കരയും ഓലയും എല്ലാം നൽകിയിരുന്നു. അവൻ അതെല്ലാം സന്തോഷത്തോടെ വാങ്ങി കഴിക്കുകയും ചെയ്യുമായിരുന്നു. കുളിക്കാൻ പോകുന്ന ആന വയറും നിറച്ചായിരുന്നു തിരിച്ച് മടങ്ങിയിരുന്നത്. ആന ദിവസവും കുളിക്കാൻ പോകുന്ന കുളത്തിലേക്കുള്ള വഴിയരിയിലായിരുന്നു ഒരു തയ്യൽക്കാരൻ തൻ്റെ തയ്യൽക്കട നടത്തിയിരുന്നത്. അയാൾ ദിവസവും ആന കുളി കഴിഞ്ഞു വരുമ്പോൾ അവന് പഴങ്ങൾ നൽകുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ആന തയ്യൽക്കടയുടെ മുൻപിൽ എത്തുമ്പോൾ എന്തു ചെയ്യും? പഴത്തിനായി തുമ്പിക്കൈ നീട്ടും. അപ്പോൾ തയ്യൽക്കാരൻ സന്തോഷത്തോടെ ആനയുടെ തുമ്പിക്കൈയിൽ പഴങ്ങൾ വെച്ച് കൊടുക്കുകയും ചെയ്യും. അവനത് സന്തോഷത്തോടെ കഴിച്ചതിന് ശേഷം തൻ്റെ തുമ്പിക്കൈ ഇളക്കി തയ്യൽക്കാരന് നന്ദിയും പറയും. അങ്ങനെ ആന ദിവസവും തയ്യൽക്കാരൻ്റെ കയ്യിൽ നിന്നും പഴങ്ങൾ കഴിക്കുക പതിവാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തയ്യൽക്കാരൻ വല്ലാത്ത കോപത്തിലായിരുന്നു. താൻ തയ്ച്ച തുണി വാങ്ങാൻ വന്ന ഒരാളുമായി പണത്തിൻ്റെ പേരിൽ അദ്ദേഹം കലഹിച്ചതായിരുന്നു കാരണം. ആനയുടെ അന്നത്തെ വരവ് തയ്യൽക്കാരൻ അങ്ങനെ ദേഷ്യത്തിലിരുന്നപ്പോഴായിരുന്നു. ഇതൊന്നും അറിയാതെ നമ്മുടെ പാവം ആന എന്നത്തെയും പോലെ പഴത്തിനായി തൻ്റെ തുമ്പിക്കൈ നീട്ടി. എന്നാൽ കോപത്തിലിരിക്കുന്ന തയ്യൽക്കാരൻ മറ്റൊന്നും ചിന്തിക്കാതെ എന്താ ചെയ്തെന്നറിയാവോ? ഉടനെ തന്നെ തൻ്റെ കയ്യിലിരുന്ന സൂചി വെച്ച് ആനയുടെ തുമ്പിക്കൈയിൽ ഒരു കുത്തു കൊടുത്തു. കുത്തുകൊണ്ടതും ആന ഉടനെ വേദന കൊണ്ട് തൻ്റെ തുമ്പിക്കൈ പിൻവലിച്ചു. സൂചി കൊണ്ടുള്ള കുത്ത് അവന് നന്നായി വേദനിച്ചു. ആനയ്ക്ക് വളരെ സങ്കടമായി. എന്നിട്ടും അവനൊന്നും മിണ്ടാതെ അങ്ങ് നടന്നുപോയി. തിരിച്ചു നടന്നപ്പോൾ ആനയുടെ മനസ്സിൽ മുഴുവൻ തന്നെ വേദനിപ്പിച്ച തയ്യൽക്കാരനെ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാം എന്നതായിരുന്നു. എന്തൊരു കുത്തായിരുന്നു സൂചി കൊണ്ട് തന്നത്! എനിക്ക് വേദനിച്ചിട്ട് വയ്യ. എന്തായാലും ഞാൻ നാളെ തയ്യൽക്കാരനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് നമ്മുടെ ആന അങ്ങനെ പിണങ്ങി അങ്ങനെ പോയി. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ ആന കുളിക്കാനായി കുളത്തിലേക്ക് പോയി. എന്നാൽ തിരിച്ചു വന്നപ്പോൾ അവൻ പാപ്പാൻ കാണാതെ കുളത്തിൽ നിന്നും തൻ്റെ തുമ്പിക്കൈ നിറച്ചു ചെളിവെള്ളം എടുത്തും കൊണ്ടുവന്നു. തയ്യൽക്കടയുടെ മുന്നിലെത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ തയ്യൽക്കാരൻ തുണികൾ തയ്ക്കുന്ന തിരക്കിലായിരുന്നു. ആന ഉടനെ തന്നെ തൻ്റെ തുമ്പിക്കൈയിൽ കരുതിയിരുന്ന ചെളിവെള്ളം തയ്യൽക്കാരൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ആ ചെളിവെള്ളം അയാളുടെ ദേഹത്തും തയ്ച്ചുകൊണ്ടിരുന്ന തുണിയിലും തയ്ക്കാനിരുന്ന മറ്റു തുണികളിലും എല്ലാം വീണു. പെട്ടെന്ന് അയാൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആനയെയാണ് അയാൾ കണ്ടത്. കഴിഞ്ഞ ദിവസം സൂചി കൊണ്ട് കുത്തി വേദനിപ്പിച്ചത് കൊണ്ടാണ് ആന ഇങ്ങനെ ചെയ്തതെന്ന് അയാൾക്ക് അപ്പം തന്നെ മനസ്സിലായി. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ തയ്യൽക്കാരൻ ആനയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കടാ, നീ എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇന്നലെ നിന്നോട് ചെയ്തത് തെറ്റായിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറില്ല കേട്ടോ എന്ന് നിനക്ക് ഞാൻ വാക്ക് തരുന്നു. ഇത് കേട്ടതും ആന സന്തോഷത്തോടെ തുമ്പിക്കൈ പൊക്കി തലയുമാട്ടി അവിടെ നിന്നും പോയി. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ എൻ്റെ കൊച്ചുമക്കൾക്ക്? നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് അതുപോലെയായിരിക്കും അവർ തിരിച്ചും നമ്മളോടും പെരുമാറുന്നത്. മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? ശരി, എങ്കിൽ നമുക്ക് ഉറങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.